അയിലക്കറിക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് സവാള, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉലുവ. ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിൽ ഉലുവ ഇട്ട് മൂപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാൻ നോക്കുക. നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് വേണ്ട മസാല, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ മതി. എന്നിവ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. 2 മിനിറ്റ് നേരം മൂപ്പിച്ചാൽ മതി, അതിൻ്റെ പച്ചമണം മാറണ വരെ. എന്നിട്ട് തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അത് നന്നായിട്ട് ഇളക്കിയിട്ട് മീൻ കറിക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ നുറുക്കി വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങളും ഇതിലേക്ക് തിളച്ച് വരുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളൊരു കാര്യം വേണ്ടത് 5-6 ചുള കുടംപുളിയാണ്. അത് ഒരു കപ്പിൽ ഞാൻ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് 2 മിനിറ്റ് വെച്ച് അതിൽ ആ വെള്ളം കുടംപുളിയും ഒരുമിച്ച് ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അതും കൂടി ഇട്ട് നന്നായിട്ട് മീൻ കറി ഇളക്കി കൊടുക്കുക. ഇങ്ങനെ കിടന്ന് ഒരു 15 മിനിറ്റ് തിളച്ച് മീഡിയം ഫ്ലെയിമിൽ തിളച്ചെങ്കിൽ മീൻ കറി റെഡിയാവും. പക്ഷെ അതിന് മുമ്പ് നമ്മൾ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം റോസ്റ്റ് ചെയ്ത് ക്രഷ് ചെയ്ത് വേണം. അവസാനം അത് മീൻ കറിക്ക് ഒരു 5 മിനിറ്റ് മുമ്പ് ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ തന്നെ തക്കാളിയും ഒരു 5 മിനിറ്റ് മുമ്പ് ഇട്ട് കൊടുക്കുക. തക്കാളി വേവാനൊരു 5 മിനിറ്റ് മതിയാവും. പിന്നെ അവസാനം വേണ്ടത് ഫ്ലെയിമെല്ലാം ഓഫാക്കി പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 സ്പൂൺ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മീൻ കറി റെഡി ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.